ഒരു മഴ പെയ്തുള്ളൂ. ഇത് കണ്ടില്ലേ ടൈലിൻ്റെ അവസ്ഥ നോക്കി. മമ്മി എങ്ങാനും തെന്നി വീണാലോ. അപ്പം ഞാനിന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പോകേണ്ട. അപ്പം ഞാനെങ്ങനെ ഇങ്ങനത്തെ ടൈല് ഞാനെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കാണിക്കട്ടെ. നല്ലോണം റിസൾട്ട് ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇത് കണ്ട ഇവിടേക്ക് ഒന്നാമത് മമ്മി ഇവിടെയും കൊണ്ടുവന്ന് ചെടിയൊക്കെ വെച്ചേക്കാണ്. ചെടിയല്ല കേട്ടാ, ഇത് കുരുമുളകാണ്, കുരുമുളക്. അപ്പം ഞാൻ ചെയ്യണത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇത് കണ്ട ബ്ലീച്ചിങ് പൗഡർ, പിന്നെ ഇത് സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടിയും ബ്ലീച്ചിങ് പൗഡറും കൂടി ഇങ്ങനെ ഒരു കുപ്പി എടുത്തിട്ട് കുപ്പിയിലാക്കും. രണ്ടും കൂടി മിക്സ് ചെയ്താക്കിയിട്ട് വെള്ളവും കൂടി ആക്കിയിട്ട് ലിക്വിഡ് പരുവത്തിലാക്കുക. ഈ ബ്ലീച്ചിങ് പൗഡർ കയ്യിലൊന്നും വീഴാതെ നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം എന്ന് പറയുന്നത് ലോഷൻ പോലെ ആക്കിയിട്ട് ഞാനിങ്ങനെ ഇവിടെ തറയിൽ ഒഴുക്കി. ഇതിപ്പോൾ ഞാൻ തന്നെ വീഡിയോ ചെയ്യണതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, ഒരു കൈ കൊണ്ട് ഇത് ഫോണും പിടിച്ച് ചെയ്യണം. അതുകൊണ്ടാട്ടോ, അതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ ലിക്വിഡ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചാൽ മതി. തറയിൽ ഒഴിച്ചിട്ട് അപ്പം തന്നെ കഴുകി കളയരുത്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് കഴുകി കളയുമ്പോൾ ഇങ്ങനത്തെ പൂപ്പലൊക്കെ ഇല്ലേ, ഈ പൂപ്പലൊക്കെ മാറും കേട്ടോ. ഞാനിത് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ ഇത് കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ലോഷൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഷേക്ക് ചെയ്യണം. എന്നിട്ട് ഇത് നമുക്കിപ്പോൾ മഴ ഒന്ന് തൂളുന്നുണ്ട്. മഴ മാറട്ടെ. മഴ മാറിയ ശേഷം നമുക്കിത് ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നല്ലൊരു ബ്രഷ് ഉപയോഗിച്ച് കഴുകിയാൽ നല്ല ഈ അഴുക്കൊക്കെ പോകും കേട്ടോ. ഇപ്പോൾ വയസ്സായവരൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. വയസ്സായവരുള്ള വീടുകളിലൊക്കെ അവരൊന്നും ഇങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ തെന്നി വീഴാതിരിക്കാനൊക്കെ മഴക്കാലമൊക്കെ വരെയല്ലേ, ഇതിങ്ങനെ ഉപയോഗിച്ച് നോക്ക് കേട്ടോ. ബ്ലീച്ചിങ് പൗഡറും സോപ്പ് പൊടിയും വെള്ളവും ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. 3 കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു ലിക്വിഡ് ഉണ്ടാക്കാം.